പ്രിയമുള്ളവരെ, പ്രശസ്തമായ ഒരു ചൊല്ലിലൂടെ ഇന്ന് നമുക്ക് പോകാം. അതായത് കുരങ്ങൻ്റെ കയ്യിൽ ഇളനീർ കിട്ടിയതുപോലെ എന്നൊരു പ്രയോഗമുണ്ട്. അതിനർത്ഥം ഇളനീർ എന്ന ഒരു സാധനം കുരങ്ങിന് വലിയ ഇഷ്ടമാണ്. പക്ഷേ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനത് പൊട്ടിച്ചെടുക്കാൻ യാതൊരു മാർഗവും ഇല്ല. അതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, എറിയും, തല്ലും, കാലുകൊണ്ട് ചവിട്ടും, അങ്ങനെ പല പ്രയോഗങ്ങളും നടത്തും. പക്ഷേ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെയാണ് ഒരു കരിക്കോ ഒരു തേങ്ങയോ നമ്മുടെ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയാലും അത് പൊട്ടിച്ചെടുക്കാൻ അറിയാത്തവർക്ക് അത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആഗ്രഹം അനുസരിച്ചിട്ടുകയുള്ളൂ. ആരും വന്ന് നമുക്ക് സഹായിക്കാനില്ലെങ്കിൽ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ഒരു വെട്ടുകത്തി, ഇത് ഒരു വെട്ടുകത്തിയാണ്, അതായത് കത്താളെന്ന് പറയും. ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ കരിക്കോ തേങ്ങയോ എങ്ങനെ പൊതിച്ചെടുക്കാമെന്ന് ഞാൻ കാണിക്കാൻ പോവുകയാണ്. കുറച്ച് സമയമെടുക്കും. പരീക്ഷിച്ച് നോക്കിയാൽ അത് വളരെ ഉപകാരപ്രദമാകും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ആദ്യം തേങ്ങയോ കരിക്കോ ഇങ്ങനെ പിടിച്ച് അതിൻ്റെ ഒരു വശത്ത് ഇങ്ങനെ വരയിടണം. വരയിട്ടതിന് ശേഷം ഓരോ ഭാഗങ്ങളായി ഇളക്കി എടുക്കണം. അതാ നോക്കൂ, ഇങ്ങനെയാണ് കരിക്കും തേങ്ങയും പൊതിക്കുന്നത്. വളരെ നിസ്സാരമായി നമ്മൾക്ക് പഠിച്ചാൽ അത് പെട്ടെന്ന് പൊതിച്ച് കിട്ടും. തേങ്ങയായാലും ശരി, കരിക്കായാലും ശരി. വലിയ കഷ്ണം ഇളക്കാൻ പറ്റില്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി ഇളക്കി നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ആരും സഹായത്തിന് ഇല്ലെങ്കിലും നമുക്ക് അത് ഇളക്കിയെടുത്ത് വൃത്തിയായി കഴിക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കുക. കുറച്ച് പരിശ്രമിക്കണം. ചിലപ്പോൾ പൊതിക്കാനുള്ള ആയുധങ്ങൾ കയ്യിൽ കാണുകയില്ല. എത്രയായാലും ഇതുപോലൊരു കത്താൾ എല്ലാവരുടെ കയ്യിലും കാണും. അതിങ്ങനെ പൊതിച്ച് ഇളക്കിയെടുക്കുമ്പോൾ കൈ കൊണ്ട് വലിച്ചെടുത്ത് ഇളക്കി ഇങ്ങനെ ഇളക്കി എടുക്കുമ്പോൾ ഇതാ കരിക്ക് നമുക്ക് കയ്യിൽ കിട്ടുകയാണ്. കണ്ട, കരിക്ക് പൊതിച്ചെടുത്ത് കഴിഞ്ഞു. അതിന് വൃത്തിയാക്കണമെങ്കിൽ അതിൻ്റെ ചകരിയെല്ലാം ഇങ്ങനെ കൊത്തി വൃത്തിയാക്കി, ഇത്രയും വൃത്തിയാക്കിയാൽ മതി. കരിക്കാണെങ്കിൽ പിന്നെ നമുക്ക് അത് വെള്ളം കുടിക്കാനുള്ളതാണ്. വെള്ളം കുടിച്ചതിന് ശേഷം അത് പൊട്ടിച്ചതാ കരിക്ക് ഇങ്ങനെ ഇതും കളഞ്ഞ ശേഷം ഇങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞതാ. കരിക്ക് പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. കരിക്കിൻ വെള്ളം നമുക്ക് ഭംഗിയായി കുടിക്കാൻ പറ്റും. നല്ല മനോഹരമായ അതിസുന്ദരമായ വളരെ മധുരമുള്ള വെള്ളം. കരിക്ക് കിട്ടി കഴിയുമ്പോൾ അയ്യോ എനിക്ക് പൊതിക്കാൻ പറ്റുന്നില്ല എന്ന വേദനയോടെ നിൽക്കരുത്. ഈ ഒരു ആയുധം ഉണ്ടെങ്കിൽ കുറച്ച് പരിശ്രമിച്ച് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് പൊതിച്ചെടുത്ത് അത് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഉപകാരപ്രദം തന്നെ ആയിരിക്കും. നന്ദി, നമസ്കാരം.